നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിർണായകമായ പോരാട്ടത്തിലും റയൽ മാഡ്രിഡ് പൊട്ടി. കിലിയൻ എംബാപ്പെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ശരിയാണ്, അവരുടെ പല താരങ്ങൾക്കും പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. മുന്നേറ്റത്തിൽ റോഡ്രിഗോയും ഗാർഷ്യയും വിനി ജൂനിയറും ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഡിഫൻസിൽ വാൽവർദയെ കളിപ്പിക്കേണ്ടി വന്നു. വാൽവർദെ, കരാരസ്, റൂഡിഗർ, അസൻസിയോ എന്നിവരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ പല താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലാണെന്നൊക്കെ പറയാം. മറുഭാഗത്ത് ഹാലൻഡും ഡോക്കുവും ചെർക്കിയും ചേർന്നുകൊണ്ട് സിറ്റിയുടെ മുന്നേറ്റങ്ങളും നയിച്ചു. എന്താ ഉണ്ടായത്? 2-1 സിറ്റി ജയിച്ചു. ഹാലൻഡ് പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ അടിച്ചു. ആ ഗോളോടുകൂടി 50 UCL സ്റ്റാർട്ടുകളിൽ നിന്ന് 51 ഗോളുകൾ. 50 UCL സ്റ്റാർട്ടുകളിൽ നിന്ന് ഇത്രയും ഗോളുകൾ അടിച്ച മറ്റൊരു താരം ചരിത്രത്തിലില്ല. മൊത്തത്തിലെടുത്ത 55 UCL ഗോളുകളുമായി അദ്ദേഹം തൻ്റെ ഗോളടി തുടരുന്നു. റോഡ്രിഗോ 10-32 കളികൾക്ക് ശേഷം ഒരു ഗോൾ അടിച്ചു. അദ്ദേഹം മികച്ച പ്രകടനം നടത്തി. കളിക്ക് ശേഷം പെപ്പ് ഗാർഡിയോള അദ്ദേഹത്തെ പോയി കണ്ടു പറഞ്ഞു, നീ സൂപ്പറാണ്, നീ വേറെ ലെവലാണെന്ന്. പെപ്പ് തന്നെ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. സംഗതി എന്തായാലും തോൽവികൾ വലിയ രൂപത്തിൽ ഇതാ റയൽ മാഡ്രിഡിനെ വേട്ടയാടുന്നു. സാബി അലോൺസോയുടെ ഭാവി എന്ത് എന്ന ചോദ്യം ഉയരുകയാണ്. ഇക്കളി തോറ്റെങ്കിലും മോശമല്ലാത്ത പ്രകടനം റയൽ നടത്തിയിട്ടുണ്ട് എന്നാണ് സാബി അടക്കമുള്ളവർ വിലയിരുത്തുന്നത്. ഏതായാലും കളിയുടെ 28ാമത്തെ മിനിറ്റിൽ റോഡ്രിഗോയിലൂടെ റയൽ മാഡ്രിഡ് ലീഡെടുത്തു. പക്ഷേ അതിനുശേഷം സിറ്റി 35ാമത്തെ മിനിറ്റിൽ ഒഴീലിയിലൂടെ ഒപ്പം പിടിച്ചു. ശേഷം 43ാമത്തെ മിനിറ്റിൽ ഹാലൻഡ് തന്നെ ഉണ്ടാക്കിയെടുത്ത പെനാൽറ്റി അദ്ദേഹം അത് ഗോളാക്കി മാറ്റി. ഇടവേള സമയത്ത് 2-1 സിറ്റി മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ പിന്നീട് നീക്കങ്ങൾ നടന്നെങ്കിലും ഗോളുകൾ പിറന്നില്ല. നമുക്ക് റയൽ ആകെ 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് ഉതിർത്തത് എന്നുള്ളതിലുണ്ട് ഫിനിഷിങ്ങിലെ പ്രശ്നങ്ങൾ. നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു, പക്ഷേ വലയിലേക്ക് കൂടുതൽ പന്തുകൾ എത്തിക്കാൻ കഴിയാതെ പോയി. 2-1 റയൽ മാഡ്രിഡ് ഒടുവിൽ പരാജയപ്പെട്ടു. കഴിഞ്ഞ കളി ബെർണാബ്യൂവിൽ ലാലിഗയിൽ പൊട്ടിയതാണ്. ഇപ്പോഴിതാ ഇവിടെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബെർണാബ്യൂവിൽ വീണ്ടും പൊട്ടുന്നു. ആരാധകരുടെ കൂവി വിളിക്കൽ, ആ കൂവലേറ്റു ടീം. സാബി പറയുന്നത് സ്വാഭാവികമാണ്, ഇവിടെ ജയിച്ചില്ലെങ്കിൽ പിന്നെ ആരാധകർ കൂവും, ജയിച്ചാൽ വലിയ സപ്പോർട്ടും കിട്ടും, അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് സാബി മറുപടി പറയുകയും ചെയ്തു. ഏതായാലും 6 കളികളിൽ നിന്ന് 12 പോയിന്റോടെ 7ാം സ്ഥാനത്താണ് ഇപ്പോൾ UCL റയൽ ഉള്ളതെങ്കിൽ 6 കളികളിൽ നിന്ന് 13 പോയിന്റോടെ 4ാം സ്ഥാനത്താണ് സിറ്റി ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.